മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ്. ഇപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വന്നു. ഇതൊരു എന്താണ് ഇവിടെ ഇപ്പോൾ e⁻² എന്നാണ് ഉള്ളത്. ഈ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു നോൺ ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലാവും. കാരണം r(x)ൻ്റെ അടുത്ത് വാല്യൂ ഉണ്ട്. പിന്നെ e⁻² ആണ് വാല്യൂ തന്നിട്ടുള്ളത്. നമുക്ക് നോൺ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ കാണാൻ രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസും വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. ഇതിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിലുള്ള ചില ഫങ്ഷൻസിന് മാത്രമാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ വരുന്ന ഒരു ഫങ്ഷനാണ് e⁻² എന്നുള്ളത്. എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ്, പോളിനോമിയൽ, പിന്നെ കോസ്, സൈൻ, ഇത്രയും ഫങ്ഷൻസിന് മാത്രമാണ് ഈ മെത്തേഡ് യൂസ് ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതുക. =0, അതായത് r(x)നെ 0 ആക്കി കൊടുക്കുക. ഹോമോജീനിയസ് ഇക്വേഷനായി അതിൻ്റെ മുന്നിലെല്ലാം കോൺസ്റ്റൻ്റ് ഉള്ളത്. ഇതിപ്പോൾ ഏത് മെത്തേഡിലോട്ട് മാറി? മെത്തേഡ് ഓഫ് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റിലോട്ട് മാറി. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക എങ്ങനെയാണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. y∬ പകരം λ² എഴുതി, +4 y' പകരം λ എഴുതി, yൻ്റെ കൂടെയുള്ള ആളെയും കൂടി എഴുതി. ഇനി ഇത് സോൾവ് ചെയ്യുക. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. -b ± വെച്ചിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? -4 ± √16 - 4 × 4/2 എന്ന് വരും. -4 റൂട്ടിൻ്റെ ഉള്ളിൽ 16 - 60 0 ആവും. -4/2 എന്ന് പറയുമ്പം -2 എന്നുള്ള റൂട്ട് കിട്ടും. ഒരു റൂട്ടാണ്, അത് തന്നെയായിരിക്കും രണ്ടാമത്തെ റൂട്ട്. അപ്പോൾ സെയിം റൂട്ടാണെന്ന് കിട്ടി. സെയിം റൂട്ടാണെങ്കിൽ നമ്മൾ 3 കേസാണുള്ളത്: ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്, സെയിം റൂട്ട്, കോംപ്ലക്സ് റൂട്ട്. സെയിം റൂട്ടാണെങ്കിൽ കറസ്പോണ്ടിങ് സൊല്യൂഷൻ ഏത് ഫോമിലായിരിക്കും? c1 + c2x × e⁻λx എന്നുള്ളതായിരിക്കും സൊല്യൂഷൻ. അപ്പോൾ ഇത് മാറിയിട്ട് എങ്ങനെ എഴുതാം? ലാംഡേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 ആയിരിക്കും. c1 + c2x × e⁻−2x എന്ന് എഴുതി. ഇതിനെ ഞാനൊന്ന് ഈ ബ്രാക്കറ്റ് പൊട്ടിച്ചിട്ട് എഴുതുന്നത്. അപ്പം എന്താ? c1 e⁻−2x + c2x e⁻−2x എന്ന് എഴുതി. yh കണ്ടു, ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് yp കാണണം. അപ്പോൾ yp കാണാൻ വേണ്ടി ടു ഫൈൻഡ് yp നമ്മൾ ടേബിളിൽ നിന്ന് എന്ത് ചെയ്യുക? yp ചൂസ് ചെയ്യണം. ആ ടേബിളിൻ്റെ അകത്ത് ടേബിളിൽ പറയുന്നുണ്ട് yp എന്ന് പറയുന്നത് എങ്ങനെ ചൂസ് ചെയ്യണം. ഇതിപ്പം ke⁻ax ഫോമിലാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് a⁻ax എന്ന് പറയുന്ന yp ചൂസ് ചെയ്യണം. അതായത് ഈ മുന്നിലുള്ള കോൺസ്റ്റൻറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഫങ്ഷൻ എന്താ? e⁻ax തന്നെയാണ് അപ്പുറം ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് yp എന്താ ഉള്ളത്? നമ്മളെ ക്വസ്റ്റ്യനിലുള്ള r(x) എന്ന് പറയുന്നത് എന്താ? ക്വസ്റ്റ്യനിലുള്ള r(x) എന്താ? e⁻²x. ഇതിൻ്റെ മുന്നിലുള്ള ആളാരാ? 1 ആണ്. ഇതിന് പകരം ഞാനൊരു കോൺസ്റ്റൻറ്റ് ചൂസ് ചെയ്തു, e⁻²x അതുപോലെ എടുത്തു. ഇതിപ്പോൾ എനിക്ക് മാറ്റി എങ്ങനെ എഴുതാം? e⁻²x എന്ന് എഴുതി. എല്ലാ തവണയും yp ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം yhലോട്ടൊന്ന് നോക്കണം. yhലുള്ള അതായത് yp എന്ന് പറയുന്ന ഈ ഒരു ടേം കോൺസ്റ്റൻറ്റിന് മൈൻഡ് ആക്കണ്ട. e⁻²x എന്നുള്ള ടേം ഈ yhൽ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റൂല. ഇവിടെ ഇപ്പോൾ e⁻²x എടുത്തു, yhലോട്ട് നോക്കി. ഇവിടെ നോക്കുമ്പോൾ എന്താ? e⁻²x ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ yp ചൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ yp ചൂസ് ചെയ്യുമ്പം എന്ത് ചെയ്യുക? ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x e⁻²x എന്ന് എടുത്തി. ഈ yp എടുത്തല്ലോ. ഇനി ഒന്നും കൂടെ ഞാൻ yhലോട്ട് നോക്കി. ഇവിടെ ഈ xൻ്റെ ടേം ഇല്ല. പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്തുണ്ട്? x e⁻²x. അതേ ആളല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഈ കോൺസ്റ്റൻറ്റിനെ മൈൻഡ് ആക്കണ്ട. ഇവിടെ a c2 ആണ്, അത് വ്യത്യാസമാണ്. പക്ഷേ ഈ x e⁻²x തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ypയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ yp ഒന്നും കൂടെ മാറ്റി എന്തെടുത്തു? ഒരു തവണ കൂടെ x-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. x × x-നെ x² എന്ന് എഴുതാം. അപ്പോൾ ax² e⁻²x എന്ന് പറയുന്ന yp ചൂസ് ചെയ്തു. ഇനി ഞാനൊന്ന് മേലെ നോക്കി. ഇവിടെ എന്താ? e⁻²x ആ. ഇവിടെ x e⁻²x ആ. പക്ഷെ നമ്മുടെ കയ്യിൽ ആരാ ഉള്ളത്?
എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ടു എക്സ് ഇയാൾ ഇവരുമായിട്ട് ബന്ധമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വൈ പി ചൂസ് ചെയ്യാം. വൈ പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താ? വൈ പി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ പി ഡാഷ്, കാരണം ഈ ഒരു ഇക്വേഷനിലോട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ വൈ പി ആണ് കയ്യിലുള്ളത്. ആ വൈ പിനെ ഞാനൊന്ന് ഇപ്പുറത്തോട്ട് മാറ്റി എഴുതി. വൈ പി ഈക്വൽ ടു എ എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ടു എക്സ് എടുത്തു. ഇനി വൈ പി ഡാഷ് കാണാം. കാരണം ഇവിടെ വൈ ഡാഷ് ഉണ്ട്, വൈ ഡബിൾ ഡാഷ് ഉണ്ട്. അപ്പോൾ വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും കാണണം. കോൺസ്റ്റന്റിനെ പുറത്ത് വെച്ചു. ഇത് നോക്ക്, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, ഇ റേസ് ടു മൈനസ് ടു എക്സ് എന്ന് പറയുന്നതും ഫംഗ്ഷൻ ആണ്. അപ്പോൾ യു വി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചാൽ യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം മൈനസ് ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ഇ റേസ് ടു എക്സ് എന്ന് വന്നു. അപ്പോൾ ഇത് എഴുതിയല്ലോ. ഇനി എന്ത് ചെയ്യണ്ടേ? വൈ പി ഡബിൾ ഡാഷ് കാണണം. എ കോമൺ ആയിട്ട് തന്നെ വെച്ചു. ഈ മൈനസ് ടു എന്ന് പറയുന്നത് ഇവിടെയുള്ള കോൺസ്റ്റന്റ് ആണല്ലോ. മൈനസ് ടുവിന് ഞാൻ ഒരു ബ്രാക്കറ്റ് ഒന്ന് പുറത്താക്കി. പിന്നെന്താ ഉള്ളത്? എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ടു എക്സ്. അപ്പോൾ അവിടെ ആദ്യം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ്. ഈ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് ഇവിടെ ഒരു ടു കോൺസ്റ്റന്റ് ഉണ്ട്, അതിനെയും ഞാനൊരു ബ്രാക്കറ്റിൻ്റെ പുറത്ത് വെച്ചു. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ആദ്യം എന്താ, രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് ടു എക്സ് ഇൻറ്റു മൈനസ് ടു പ്ലസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇത്രയുമായി. ഇനി ഈ മൈനസ് ടുവിനെയും ടൂവിനെയും ഒന്ന് ഉള്ളിലോട്ട് കൊടുത്തിട്ട് എഴുതാം. അപ്പം എന്താ വരിക? എ ഇൻറ്റു ഇവിടെ നോക്കുമ്പം ഉള്ളിലൊരു മൈനസ് ടു ഉണ്ട്, പുറത്തൊരു മൈനസ് ടു ഉണ്ട്. മൈനസ് ടു ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ 4 ആയി. 4 എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ടു എക്സ്. പിന്നെയോ ഇവിടെ പുറത്തൊരു മൈനസ് ടു ഉണ്ട്, ഉള്ളിലൊരു ടു ഉണ്ട്. ഇവിടുത്തെ ചിഹ്നം പ്ലസ്സാ, മൈനസും പ്ലസും ചേർന്നപ്പോൾ മൈനസ് ആയി. 2 ഇൻറ്റു 2 4 എക്സ് ഇ റേസ് ടു മൈനസ് ടു എക്സ് അതായി. പ്ലസ് ഇനി ഇവിടെ നോക്കുമ്പോൾ 2 ഉണ്ട്, ഉള്ളിലൊരു മൈനസ് ടു ഉണ്ട്. ഇവിടെ അപ്പോൾ പ്ലസ്സാണ് ഉള്ളത്, പ്ലസും മൈനസും ചേരുമ്പോൾ മൈനസ് ആയി. അപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4. പിന്നെ ആരാ ഉള്ളത്? എക്സ് ഇ റേസ് ടു മൈനസ് ടു എക്സ്. പിന്നെ ഇവിടെ ഇ റേസ് ടു മൈനസ് ടു എക്സ്, പിന്നെ പുറത്തൊരു പ്ലസ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടു എക്സ്. വൈ പി ഡബിൾ ഡാഷ് ആയി. ഇനി എന്ത് ചെയ്യുക? ഈ ആൾക്കാരെ വൈ പി ഡബിൾ ഡാഷ്, വൈ പി ഡാഷ്, വൈ പി ഇതിനെയൊക്കെ എവിടെ കൊടുക്കുക? നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒ ഡിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടു എക്സ്. വൈ ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എന്താ? എ ഇൻറ്റു 4. ഇനി ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 4x സ്ക്വയർ ഇ റേസ് ടു മൈനസ് ടു എക്സ്. അത് വേറെ എവിടെയും വരാത്തതുകൊണ്ട് അത് എഴുതി. ഇനി മൈനസ് 4x ഇ റേസ് ടു മൈനസ് ടു എക്സും മൈനസ് 4x ഇ റേസ് ടു മൈനസ് ടു എക്സ്. അപ്പോൾ മൈനസ് 4ഉം മൈനസ് 4ഉം ചേരുമ്പോൾ എന്താ? മൈനസ് 8x ഇ റേസ് ടു മൈനസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ടു എക്സ് അതെഴുതി. ഇനിയോ അടുത്തത് എന്താ? 4y ഡാഷ്. 4y ഡാഷ്, y ഡാഷ് എന്താ? എ ഇൻറ്റു മൈനസ് ടു എക്സ് സ്ക്വയർ. ഈ ടേമാണ് എഴുതുന്നത്. മൈനസ് ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ടു എക്സ് പ്ലസ് 2x ഇ റേസ് ടു മൈനസ് ടു എക്സ്. വൈ ഡാഷ് എഴുതി. അടുത്ത് എന്ത് എഴുതണം? പ്ലസ് 4y. y എന്താ? എ എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ടു എക്സ്. ഇനി എന്താ? ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടു എക്സ്. എല്ലാവരും എഴുതി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഈ എ ഉള്ളിലുള്ള എല്ലാവർക്കും ബാധകമാണ്. അപ്പം എന്ത് ചെയ്യാം? അത് ഉള്ളിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ഞാൻ അത് മനസ്സിലാകുന്നതുകൊണ്ട് അങ്ങനെ എഴുതുന്നില്ല. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാറ്റിൻ്റെ അകത്തും ഒരു ഇ റേസ് ടു മൈനസ് ടു എക്സ് ഉണ്ട്.
ഇ റേസ്റ്റ് മൈനസ് 2x കോമൺ ആയി പുറത്ത് വെച്ചു. ഇവിടെ നിന്ന് ഈ ഒരു ടേമിൻ്റെ അകത്തുനിന്ന് ഇ റേസ്റ്റ് മൈനസ് 2x പുറത്ത് വെച്ചാൽ പിന്നെ ആരുടെ ബാക്കി 4x² ഉണ്ട്, പുറത്തൊരു a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4ax² അവിടെ വന്നു. ഇനി മൈനസ് ഇവിടെ നിന്ന് ഇ റേസ്റ്റ് മൈനസ് 2x പുറത്ത് വെച്ചു. പിന്നെന്താ മൈനസ് 8x ഉണ്ട്, a ഉണ്ട്. അപ്പം മൈനസ് 8ax വന്നു. ഇനി ഇവിടെ നിന്ന് ഇ റേസ്റ്റ് മൈനസ് 2x പുറത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ a ഉണ്ടല്ലോ, പ്ലസ് a വന്നു. ഇനിയോ ഇവിടെ നിന്ന് ഇ റേസ്റ്റ് മൈനസ് 2x പുറത്ത് വെച്ചു. പിന്നെ ഇവിടെ മൈനസ് 2x² ഉണ്ട്, 4a ഉണ്ട്. മൈനസ് 2 ഇൻറ്റു 4 പറയുമ്പം മൈനസ് 8 വന്നു, ax² വന്നു. ഇനി ഇവിടെയോ ഇവിടെ നിന്ന് ഇ റേസ്റ്റ് മൈനസ് 2x പുറത്ത് വന്നു. 2x ഉണ്ട്, 4a ഉണ്ട്. 4 ഇൻറ്റു 2 പ്ലസ് 8 ആയി, ax ആയി, 8ax. ഇനി ഇവിടെ നിന്ന് എന്താ, ഇവിടെ നിന്ന് ഇ റേസ്റ്റ് മൈനസ് 2x പുറത്ത് വന്നപ്പോൾ പ്ലസ് 4ax² ഈക്വൽ ടു ഇ റേസ്റ്റ് മൈനസ് 2x. ഇതും ക്യാൻസൽ ആയി പോയാലും ഇവിടെ ആര് എക്സിസ്റ്റ് ചെയ്യൂ, ഒരു 1 ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 4ax² ഉണ്ട്, ഇവിടെയും പ്ലസ് 4ax² ഉണ്ട്. 4ax² 4ax² ആഡ് ചെയ്യുമ്പം 8ax² വന്നു. ആ 8ax² ഇവിടെ മൈനസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ക്യാൻസൽ ആയി പോയല്ലോ, അത് പോയി. ഇനി അതേപോലെ ഇവിടെ മൈനസ് 8ax ഉണ്ട്, ഇവിടെ പ്ലസ് 8ax ഉണ്ട്, അതും ക്യാൻസൽ ആയല്ലോ. പിന്നെ ആരേ ഇവിടെ ബാക്കിയുള്ളൂ, a ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അതിതാ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. 2 ഇൻറ്റു 2 മൈനസ് 4x ഇ റേസ്റ്റ് മൈനസ് 2x. ഇവിടെ 2 ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് 2x എന്ന് പറയുമ്പം 2 ഇ റേസ്റ്റ് മൈനസ് 2x എഴുതണമായിരുന്നു, ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇവിടെ ഒരു 2a വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം വെറും 2a ഈക്വൽ ടു 1 കിട്ടും. ഇപ്പുറത്തൊന്നുമില്ലല്ലോ, ഇയാളെയും വെട്ടിപ്പോയി. ഇയാളെ മുമ്പിലുള്ള ആൾ 1 ആയിരുന്നു. അപ്പോൾ 2a ഈക്വൽ ടു 1 എന്ന് വന്നു. a ഈക്വൽ ടു 1/2 എന്ന് വരും. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇനിയൊന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇവിടെ വേണമെങ്കിൽ എഴുതുമ്പോൾ. ആ 2 ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ വാല്യൂന് നേരെ എവിടെ കൊടുക്കുക, ypൻ്റെ ഇക്വേഷനിലോട്ട് കൊടുക്കാം. yp എന്ന് പറയുന്നത് എന്താ, ax² ഇ റേസ്റ്റ് ടു മൈനസ് 2x ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എന്താ, 1/2x² ഇ റേസ്റ്റ് ടു മൈനസ് 2x എന്ന് വന്നു. yp കിട്ടി. ഇനി y എന്ന് പറയുന്നത് എന്താ, yh പ്ലസ് yp ആണ്. yh എന്ന് പറഞ്ഞാൽ എന്താ, c1 ഇ റേസ്റ്റ് ടു മൈനസ് 2x പ്ലസ് c2x ഇ റേസ്റ്റ് ടു മൈനസ് 2x. ഇപ്പം കണ്ടുവച്ച yp 1/2x² ഇ റേസ്റ്റ് ടു മൈനസ് 2x. ഇനി ഇതിലെല്ലാറ്റിലും ഇ റേസ്റ്റ് മൈനസ് 2x ഉണ്ട്. ഇ റേസ്റ്റ് മൈനസ് 2x കോമൺ ആയി വെച്ച് കഴിഞ്ഞാൽ c1 പ്ലസ് c2x പ്ലസ് 1/2x². ഇതായിരിക്കും ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതും, റൂട്ട് കിട്ടും, റൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പം yp നമ്മൾ എന്ത് ചെയ്യും, ടേബിൾ ബേസിൽ ചൂസ് ചെയ്ത ypയും yhഉം സെയിം ആവുന്നുണ്ടെങ്കിൽ ഒരു തവണ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെയും നമ്മൾ ഒന്നും കൂടെ ഇതിലോട്ട് നോക്കുമ്പം സെയിം വാല്യൂ വരുന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. yp എഴുതി, yp ചൂസ് ചെയ്തു, yp ഡാഷ് കണ്ടു, yp ഡബിൾ ഡാഷ് കണ്ടു. ഈ കണ്ട വാല്യൂസ് തന്ന ക്വസ്റ്റ്യനിൽ എന്താണോ തന്ന ODE അതിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നേരെ ypൻ്റെ ഇക്വേഷനിൽ എയുടെ വാല്യൂ കൊടുത്തു. വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ yp കിട്ടി. y എന്ന് പറയുന്നതാണ് ശരിക്കുള്ള സൊല്യൂഷൻ. yh പ്ലസ് yp എന്നുള്ളതാണ് yൻ്റെ ഫോം. അപ്പോൾ yh പ്ലസ് yp എഴുതി കോമൺ ആയിട്ടുള്ള ആളെ പുറത്ത് വെച്ച് സൊല്യൂഷനായി.